മണിപ്പൂർ എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടുത്തെ ഗ്രാമവാസികൾ വളരെയധികം പിന്നോക്കക്കാരും അടിമകളെ പോലെ ജീവിക്കുന്നവരുമായിരുന്നു. അതായത് ആരെങ്കിലും ഒരാൾ സൈക്കിൾ വാങ്ങിയാൽ ബാക്കി എല്ലാവർക്കും വിരുന്ന് നൽകേണ്ടിയിരുന്നു. ആ ഗ്രാമത്തിലാണ് രാമുവും ജീവിക്കുന്നത്. രാമു ആ ഗ്രാമത്തിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് തന്റെ കുടുംബം പുലർത്തിക്കൊണ്ടിരുന്നു. ചില സമയത്ത് ഗ്രാമമുഖ്യന്റെ വീട്ടിൽ ജോലി ചെയ്യും. മറ്റു ചില സമയങ്ങളിൽ മരങ്ങൾ വെട്ടി അത് കൊണ്ടുപോയി വിറ്റ് പണമുണ്ടാക്കിക്കൊണ്ടിരുന്നു. കാട്ടിലുള്ള മരങ്ങളൊക്കെ വെട്ടുന്നത് വളരെ കഷ്ടമായല്ലോ. എപ്പോഴാ ഏത് കാട്ടുമൃഗം വരുമെന്ന് പറയാനേ പറ്റില്ല. അത് വിചാരിച്ചാൽ തന്നെ വല്ലാതെ പേടിയാവും. അങ്ങനെ കുറച്ച് മരങ്ങൾ വെട്ടി അത് വിൽക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോകുകയായിരുന്നു. വാ രാമു വാ, ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇത്ര നേരം കാത്തിരുന്നത്. എനിക്ക് വേണ്ടി കാത്തിരുന്നോ? അതെന്തിനു വേണ്ടിയാ? എന്താണ് കാര്യം? ഈ മരങ്ങൾ എടുത്തോളൂ, പിന്നെ എനിക്ക് തരാനുള്ള കാശ് തന്നേക്ക്. എടാ, നമ്മുടെ ഗ്രാമത്തെ മുതലാളി നിന്നെയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലേക്ക് ജോലി ചെയ്യാൻ. പിന്നെ എന്താ പറഞ്ഞു വെച്ചാൽ പഴയ സാധനങ്ങളൊക്കെ മാറ്റാനുണ്ടെന്ന് പറഞ്ഞു. എന്താ പറയുന്നത് നിങ്ങൾ ഈ മരങ്ങളൊക്കെ വെയിറ്റിട്ട് വേഗം എനിക്ക് പണം തന്നേക്ക്. ഞാൻ ഇപ്പൊ തന്നെ മുതലാളിന്റെ വീട്ടിലേക്ക് പോയിട്ട് വരാം. രാമു ആ മരത്തിന്റെ വ്യാപാരിയോട് കുറച്ച് പണം വാങ്ങി. എന്നിട്ട് ജോലിക്കും പണത്തിനും വേണ്ടി ആഗ്രഹിച്ച് ഗ്രാമമുഖ്യന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഗ്രാമമുഖ്യൻ അവിടെ മുൻഷിയോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഗ്രാമജനങ്ങളെ മണ്ടന്മാരാക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ പേടിപ്പിച്ച് വല്ലാതെ പേടിപ്പിക്കണം. അവരെ സന്തോഷമായിട്ട് തന്നെ വെക്കാൻ പാടില്ല. കാരണം ഒരു പക്ഷേ അവർ സന്തോഷമായിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ അവരെ മണ്ടന്മാരാക്കുക? എങ്ങനെ മണ്ടന്മാരാക്കണം എന്ന് വെച്ചാൽ അവരെ കഷ്ടപ്പെടുത്തണം, സന്തോഷത്തിന് ഏങ്ങണം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരി തന്നെയാണ് മുതലാളി. അതുകൊണ്ടല്ലേ നിങ്ങളുടെ വീട്ടിനടുത്ത് തന്നെ കുറെ പേര് ജോലിക്ക് വേണ്ടി വന്നോണ്ട് നിൽക്കുന്നത്. അവർ രണ്ടുപേരുടെയും സംസാരം ദൂരെ നിന്ന് രാമു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാമുവിന്റെ മനസ്സിൽ എന്തു തോന്നിയെന്നോ? ഇവരുടെ മനസ്സിൽ ഇത്രയും പാവങ്ങൾ നിറഞ്ഞിട്ടുണ്ടല്ലോ. മൊത്തം ഗ്രാമവും ഇവരെ അടിമയായിട്ടാണല്ലോ നോക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ അടുത്ത് ആരെങ്കിലും സഹായം ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും മണ്ടന്മാരെ തന്നെയാണ്. രാമു പതുക്കെ ഗ്രാമമുഖ്യന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, നമ്മുടെ നാട് എപ്പോഴും മാറി മുതലാളി. പക്ഷെ നിങ്ങളെ പോലുള്ള മുതലാളിയും തലവന്മാരാണ് ഇതുപോലെ അടിമേറ്റ് വെക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പാവപ്പെട്ടവരെ മണ്ടന്മാരല്ലേ വിചാരിക്കുന്നത്. ഈ പാവപ്പെട്ട സാധാരണ മക്കൾ നിങ്ങൾ അടിമയിലെ വിചാരിക്കുന്നത്. എടാ, നിനക്ക് എന്തെങ്കിലും വെളിവുണ്ടോ? നീ എന്താ സംസാരിക്കുന്നത്? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ മുമ്പ് തന്നെ ഇതുപോലെ നീ സംസാരിക്കും. എല്ലാ കാര്യം എനിക്ക് മനസ്സിലായി മുതലാളി. ശരി, നിങ്ങൾ ഇത് പറയൂ. നിങ്ങൾ എന്നെ തേടിക്കൊണ്ടിരുന്നതല്ലേ? മാർക്കറ്റിൽ എന്തെങ്കിലും ജോലിയുണ്ടോ? ഇന്ന് എൻ്റെ മകന്റെ പിറന്നാളാണ്. പോയിട്ട് ഒരു മണ്ടം ഉണ്ടാക്കിയിട്ട് വാ. പിന്നെ മൊത്തം ഗ്രാമത്തിൽ പോയി പറയ് എൻ്റെ സാർബായിട്ട് ഇന്ന് ഒരു വിരുന്നുണ്ടെന്ന്. കൂടെ തന്നെ ഒരു സ്വീറ്റ് കടക്കാരനാരുണ്ടെങ്കിൽ നീ അവൻ്റെ അടുത്തും പോയി സംസാരിക്കേ. ശരി മുതലാളി. നിങ്ങൾ എനിക്ക് തന്ന ജോലിക്ക് പോയ പഴയ കടനുണ്ട്. നിങ്ങളത് കുറച്ച് ഒന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. നിന്റെ മൊത്ത കണക്കും ഞാൻ ഇപ്പം തന്നെ തീർത്ത് വെച്ചേക്കാം. ആദ്യം പോയി ജോലി ചെയ്തിട്ട് വാ. വിരുന്ന് നടത്താനുള്ള ഏർപ്പാടുകളെല്ലാം തന്നെ രാമു തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഗ്രാമത്തിലെ ഓരോരോ വീട്ടിൽ പോയി ക്ഷണപത്രം നൽകുകയും ബാക്കിയെല്ലാം ചെയ്തത് രാമുവായിരുന്നു. വരൂ, എല്ലാരും സന്തോഷത്തോടെ കഴിക്കൂ. ഭക്ഷണം വളരെ രുചിയോടെ ചെയ്തിട്ടുണ്ട്. ഭക്ഷണത്തിൽ കുറെ സാധനങ്ങളുമുണ്ട്. നിങ്ങൾ എല്ലാരും നിങ്ങളുടെ വയറ് വലുതാക്കിട്ട് പോയിക്കോ. എങ്ങനെയോ വളരെ നന്നായിട്ടുണ്ടല്ലേ. ഈ ഭക്ഷണം കഴിക്കാൻ തന്നെ വളരെ സന്തോഷമുണ്ട്. രാമു എവിടെ കൈവച്ച് ഭക്ഷണം ഉണ്ടാക്കിയാലും അത് എപ്പോഴും രുചിയായിട്ട് തന്നെ ഉണ്ടാവും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. രാമുവിന്റെ കൈ മാന്ത്രിക വിദ്യയുള്ളതാണ്. എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിൽ രാമുവിന്റെ കൈകളുണ്ടെങ്കിലുണ്ടല്ലോ അത് വളരെയധികം സ്വാദിഷ്ടമായിരിക്കും. ആ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരുപാട് സ്വാദോടെ ഭക്ഷണം കഴിച്ചു. രാമുവിനെ എല്ലാവരും വളരെയധികം പ്രശംസിച്ചു. പക്ഷേ ഗ്രാമമുഖ്യനും അദ്ദേഹത്തിന്റെ മകനും ഈ ഒരു കാര്യം ഇഷ്ടപ്പെട്ടതേയില്ല. അങ്ങനെ രാമു തനിക്ക് കിട്ടേണ്ട പണം അന്വേഷിച്ച് ഗ്രാമമുഖ്യന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഗ്രാമമുഖ്യനും മകനും അത് ഒട്ടും ഇഷ്ടപ്പെട്ടതേയില്ല. ഇവിടെ നോക്കൂ മുതലാളി, എല്ലാം വളരെ നന്നായിട്ട് നടന്നിട്ടുണ്ട്. മൊത്ത ഗ്രാമത്തിൽ നമ്മൾ വിരുന്നും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മകന്റെ പിറന്നാളും വളരെ നന്നായിട്ട് നടന്നിട്ടുണ്ട്. ശരി, തരൂ. ഞാൻ ചെയ്ത് ജോലിക്കുള്ള കാശ് തരൂ. എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും നല്ലതായി നടന്നില്ലല്ലോ. എൻ്റെ മകന്റെ പിറന്നാളിന് വേണ്ടി ഇവിടെ ഗ്രാമജനങ്ങൾ ആരും വാഴ്ത്തുക്കൾ പറഞ്ഞില്ലല്ലോ. അവന്മാര് വന്നു, കഴിച്ചിട്ട് പോയി, പിന്നെ നിന്നെ നന്നായിട്ട് വാഴ്ത്തിട്ട് പറഞ്ഞിട്ട് പോയി. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയേയില്ല. പിന്നെ നിന്റെ പണത്തിന്റെ കാര്യമല്ലേ, അത് നമുക്ക് എടുത്തിട്ട് പോയേക്കാം. ഗ്രാമമുഖ്യൻ പണം രാമുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. രാമു അവിടെ നിന്നും പോയി.
മുതലാളി എന്താ ഇത്? രാമുവിന് നിങ്ങൾ അവന്റെ പണം അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. അത് തെറ്റല്ലേ മുതലാളി? നീ അതിനെപ്പറ്റി ഒന്നും വിഷമിക്കണ്ട. ഞാൻ രാമുവിന്റെ പുറകിലെ 2 റൗഡീനെ അയച്ചിട്ടുണ്ട്. എങ്ങനെയായാലും അവൻ കാട്ടുവഴിയായിട്ട് പോയിട്ടല്ലേ വീട്ടിലേക്ക് പോകേണ്ടത്. അവൻ ആ പോകുന്ന വഴിയിൽ തന്നെ രാമുവിന്റെ അടുത്തുനിന്ന് ആ കാശ് പറിച്ചിട്ട് പോയി കളയും. താ കാശ് തന്നേക്ക്. മര്യാദയ്ക്ക് കാശ് താ. പണം നീ തന്നിട്ട് പോകുന്നുണ്ടോ ഇല്ല നിന്റെ ജീവനെ വിടുന്നുണ്ടോ? മര്യാദയ്ക്ക് പണം താ. ആ 2 റൗഡികളെയും കണ്ട് രാമു ഭയചകിതനായി നിന്നു. ശരി, ഇതാ നിങ്ങളുടെ പൈസ, നിങ്ങൾ എടുത്തോളൂ. നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എന്നെ വിട്ടേക്ക്. റൗഡികൾ ആ സ്ഥലം വിട്ടു പോയതും രാമു തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ നിങ്ങൾക്ക് എന്ത് പാവ ചെയ്തത്? എന്റെ കുടുംബം പല ദിവസങ്ങളായിട്ട് വിശപ്പോടെ നിൽക്കുകയാണ്. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ വയറ് നിറപ്പാൻ വേണ്ടി കുറച്ച് കാശ് ഞാൻ എടുത്തിട്ട് വന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് കുറെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. എനിക്ക് എന്തിനാ എങ്ങനെയൊക്കെ സംഭവിക്കേണ്ടത്? രാമു കരയുന്ന ശബ്ദം കേട്ട് ആ കാട്ടിലെ ചെറിയ മൃഗങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പോൾ പരിക്ക് പറ്റിയ ഒരു കുഞ്ഞു മുയൽ രാമുവിന്റെ മുന്നിൽ വന്ന് പെട്ടു. ഷടാ, ഇതെന്താ? ഇതിനെ കാണുമ്പോൾ വല്ലാതെ മോശമായിട്ടുണ്ടല്ലോ. എനിക്ക് ഇതിന്റെ ജീവൻ രക്ഷിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ മുയൽ അതിന്റെ ജീവൻ തന്നെ വിട്ടുപോവല്ലോ. രാമു ആ മുയലിനെ സഹായിച്ചു. ആ മുയലിന് ബോധം വന്ന ഉടനെ മുയൽ രാമുവിനോട് എന്തു പറഞ്ഞെന്നോ? ഏയ് രാമു, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ബാല്യകാല സുഹൃത്താണ്. മുയലിന്റെ ശബ്ദം കേട്ടതും രാമു വളരെയധികം ഭയന്നുപോയി. നിന്നെക്കൊണ്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്? ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? നിനക്ക് എങ്ങനെ എന്റെ പേര് അറിയാൻ പറ്റും? പിന്നെ നീ എന്റെ ചെറിയ വയസ്സ് ഫ്രണ്ടാണോ? പിന്നെ ഇതൊക്കെ എന്താണ്? നീ എന്താ പറയുന്നത്? ഏയ്, നീ കുറച്ചു നേരം മിണ്ടാതിരിക്ക. ഞാനൊരു മായാവി മുയലാണ്. നിന്നെ ഞാൻ തന്നെ ഓർമ്മിപ്പിക്കണം തോന്നുന്നല്ലോ. ഇവിടെ നോക്ക്. ആ മായാവി മുയൽ തന്റെ മായാശക്തി കൊണ്ട് രാമുവിന്റെ ബാല്യകാല ഓർമ്മകളെ ഉണർത്തി. രാമുവിന് തന്റെ ബാല്യകാലം ഓർമ്മ വന്നു. അതായത് രാമു ആ മുയലിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. അതായത് അതിന് ഭക്ഷണം കൊടുത്തതും അതിന് വെള്ളം കൊടുത്തതും. ഇതെങ്ങനെ സംഭവിച്ചത്? ആ കൊച്ചു ഞാനാണല്ലോ. എനിക്ക് ഓർമ്മയുള്ളത് വരെ എന്റെ അച്ഛൻ തന്നെ ഒരു മന്ത്രവാദിനടുത്ത് വിട്ടിട്ടുണ്ടല്ലോ. നീ പറഞ്ഞത് സത്യ. ആ മന്ത്രവാദിയുടെ സഹായത്തോടെ ഇന്ന് ഞാൻ മായാവി മുയലായി മാറിയിരിക്കുന്നു. ഈ ഒരു കാട്ടിലാ ഞാൻ ജീവിക്കുന്നത്. ഒരു സിംഹം എന്നെ ആക്രമിച്ചു. ഞാൻ അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ നീ എന്റെ ജീവൻ രക്ഷിച്ചു. നിനക്ക് എന്നോട് ഏതെങ്കിലും 2 കാര്യങ്ങൾ ചോദിക്കാമല്ലോ. ഞാൻ തീർച്ചയായും നിന്നെ സഹായിക്കും. എനിക്ക് നിന്റെ അടുത്ത് ഒന്നും വേണ്ട. നീ എന്നെ ഒന്ന് തനിയായിട്ട് വിട്ടാ മതി. ഒന്ന് പോയേക്ക്. രാമുവിന്റെ ദേഷ്യവും സങ്കടവും കണ്ട് തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ആ മുയൽ അതേ സ്ഥലത്ത് ഒരു പാനിപൂരിയുടെ മരമുണ്ടാക്കി. ഇതെന്താണ്? പാനിപൂരി മരമോ? ഇത് നീ എന്തിനാ ചെയ്ത്? നീ പാനിപൂരി വിറ്റ് നിന്റെ കുടുംബം നിലനിർത്തൂ. ഈ പാനിപൂരി മരത്തിൽ നിന്നും പൂരി പറിച്ച് ആ എതിർവശത്തുള്ള കിണറ്റിൽ നിന്നും വെള്ളം എടുത്ത് നീ അത് വിറ്റ് ജീവിക്കൂ. ഇതിൽ നിന്ന് നല്ല വരുമാനം കിട്ടും. മാത്രമല്ല എന്റെ വരദാനവും പൂർണ്ണമാകും. ആ മാന്ത്രിക മുയലിന്റെ സഹായം കണ്ട് രാമുവിന് ഒരുപാട് സന്തോഷമായി. സന്തോഷാധിക്യം കൊണ്ട് അവന് കണ്ണിൽ നിന്നും കണ്ണീർ വന്നു. വളരെ നന്ദിയുണ്ട് സുഹൃത്തെ. ചെറുപ്പത്തിൽ നിനക്ക് ഞാൻ ചെയ്ത സഹായം നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. വളരെ നന്ദിയുണ്ട്. ഞാൻ ഈ പാനിപൂരി നടത്തിയിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കും. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ആ കാര്യങ്ങൾ തന്നെ നടന്നു. രാമു പാനിപൂരി മരത്തിൽ നിന്നും ഒരുപാട് പാനിപൂരികൾ പറിച്ചു. എന്നിട്ട് അടുത്തുള്ള കിണറിൽ നിന്നും മസാല വെള്ളവും എടുത്തു. എന്നിട്ട് വണ്ടിയിൽ വെച്ച് അത് കച്ചവടം നടത്താൻ തുടങ്ങി. രാമചേട്ടാ, എനിക്ക് 2 പ്ലേറ്റ് പാനിപൂരി തന്നേക്ക്. നിങ്ങളുടെ കയ്യിലെ വലിയ അത്ഭുതമുണ്ട്. അത്ഭുതം. അതെ, ശരിയാണ് പറഞ്ഞത്. 1 പ്ലേറ്റ് പാനിപൂരി കൊണ്ടൊന്നും ആരുടെ വയറും നിറയില്ല. അതിൽ മനസ്സും നിറയില്ല. കുറഞ്ഞ പക്ഷം 3 പ്ലേറ്റ് പാനിപൂരിയെങ്കിലും കഴിക്കണം. ഇത് എല്ലാം തന്നെ നിങ്ങളുടെ സ്നേഹം തന്നെയാണ്. ഞാൻ എന്താ കെട്ടുന്ന വെച്ചാൽ നിങ്ങൾ വീണ്ടും വലിയ വീട് കെട്ടുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. വളരെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ വീട് വളരെ വലുതായിട്ടും പിന്നെ ഭംഗിയായിട്ടും കാണുന്ന ഞാൻ ആലോചിക്കുന്നത്. എല്ലാം ആ ദൈവത്തിന്റെ അനുഗ്രഹം.
അങ്ങനെ രാമു പാനിപൂരി വിറ്റ് തന്റെ വീട് വളരെ മനോഹരമാക്കി മാറ്റി. അങ്ങനെ ഒരുപാട് മാസങ്ങൾ കടന്നുപോയി. രാമു ഗ്രാമത്തിൽ തനിക്കൊരു സ്കൂട്ടിയും വാങ്ങി. അതേ സ്കൂട്ടിയിൽ പാനിപൂരിയുടെ കടയും വെച്ച് രാമുവും ഭാര്യ സന്ധ്യയും കൂടി ഗ്രാമത്തിനകത്തും പുറത്തും പോയി പാനിപൂരി വിറ്റുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങളൊന്നും തന്നെ ഗ്രാമമുഖ്യന് ഇഷ്ടപ്പെട്ടതേയില്ല. ആ രാമുവിനെ പോയി ഒന്ന് നോക്കൂ. ഇന്നലെയാണ് അവന്റെ കച്ചവടം തുടങ്ങിയത്. പിന്നെ അവൻ പെട്ടെന്ന് തന്നെ ഇത്ര വലിയ പൈസക്കാരനായിട്ടുണ്ടല്ലോ. ഏത് ഗ്രാമത്തില് സൈക്കിൾ ഇല്ലയോ അതേ ഗ്രാമത്തിൽ തന്നെ അവൻ സ്കൂട്ടി വെച്ചിട്ട് പാനിപൂരി വെക്കാൻ പോവുകയാണോ? മുതലാളി, ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാലേ ആ രാമു ചില മാസം കൊണ്ട് തന്നെ നിങ്ങളെക്കാട്ടും വലിയ പൈസക്കാരനാകും. പിന്നെ അവന് മര്യാദയും കിട്ടും. നീ ഇങ്ങനെ തന്നെ അവനെ നീ ഇങ്ങനെ പൊക്കി പറയാൻ പോവാണോ? ഇല്ലെങ്കിൽ നിന്റെ അടുത്ത് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? രാമുവിന്റെ വ്യാപാരം അഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഐഡിയ താ. ഒരു വഴിയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന ആ റൗഡികൾ അവരെടുത്ത് പറഞ്ഞിട്ട് ആ സ്കൂട്ടി പാനിപ്പൂരി അടിച്ച് പൊട്ടിച്ചിട്ട് നിങ്ങളുടെ പക അങ്ങ് വീട്ടിക്കളി. ഏത് എങ്ങനെയോ മുൻഷി, നീ വളരെ ബുദ്ധിശാലി തന്നെയാണ്. നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തേക്കാം. പിന്നെ ഈ പ്രാവശ്യം ഞാനും പോകാൻ പോവാണ്. അവന്റെ ആ സ്കൂട്ടി പാനിപ്പൂരി പൊട്ടുന്നത് എനിക്കും കാണണം. ഗ്രാമമുഖ്യനും മുൻഷിയും രാമുവിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞിരുന്ന് റൗഡികൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ആ റൗഡികൾ സ്കൂട്ടിയും പാനിപൂരി കടയും അടച്ചുടച്ചത് കണ്ട് ഗ്രാമമുഖ്യനും മുൻഷിയും വളരെയധികം സന്തോഷിച്ചു. ഇപ്പൊ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് അവന് ഒരു കഷ്ടം വരാൻ പോകുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് മുതലാളി, ഈ സ്കൂട്ടി എടുത്തിട്ട് രാമു എപ്പോഴും ഒരു മരത്തിനടുത്താണ് പോകുന്നത്. പിന്നെ അവിടെ നിന്നാണ് അവൻ സ്കൂട്ടി പാനിപൂരി കൊണ്ടും വരുന്നത്. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആ കാട്ടിനകത്ത് പോയിട്ട് ആ സ്ഥലം നമ്മൾ കണ്ടേ പറ്റുള്ളൂ. ഈ കാര്യം എന്താ നീ മുമ്പേ പറയാത്തത്? അധിക അളവിൽ പെട്രോൾ വാങ്ങിച്ചോളൂ. നമുക്ക് മൊത്തം കാട് നശിപ്പിച്ചളയാം. അവിടെ മരങ്ങളുണ്ടാവാൻ പാടില്ല, പിന്നെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഗ്രാമമുഖ്യനും സഹായികളും ഒരുപാട് പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് ആ പാനിപൂരി മരത്തിന് സമീപത്തേക്ക് വന്നു. അവിടെ ചെന്ന് ആ മരത്തെ തന്നെ നോക്കിക്കൊണ്ട് കുറെ സമയം നിന്നു. അവിടെ നിന്നാണ് രാമു പാനിപൂരി പറിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണോ? ഇതാണോ കാര്യം? ഇപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യം മനസ്സിലാവുന്നത്. ഇവിടെയുള്ള എല്ലാ മരങ്ങളും പെട്രോൾ ഒഴിച്ച് കത്തിച്ചേക്കേ. കോപാകുലനായ ഗ്രാമമുഖ്യൻ ആ വനം മൊത്തമായി തീയിട്ട് നശിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരം കൂടി കത്തിയില്ല. ഗ്രാമമുഖ്യനും മുൻഷിയും പിന്നെ 2 ഗുണ്ടകളും അത്ഭുതപ്പെട്ടുപോയി. അപ്പോഴാണ് ഗ്രാമമുഖ്യന്റെ മറ്റൊരു സഹായി അവിടെ നിന്നും ഓടി ഗ്രാമമുഖ്യനോട് പറഞ്ഞു, മുതലാളി, നിങ്ങളുടെ ഫാക്ടറിയിലും പിന്നെ നിങ്ങളുടെ വീട്ടിലും തീ പിടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ലാതെ നിങ്ങളുടെ എല്ലാ വണ്ടികളും ആരാ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആരാ ചെയ്തെന്ന് അറിയില്ല. ഇല്ല, ഇങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ല. നീ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഗ്രാമമുഖ്യൻ തന്റെ വീട്ടിലേക്ക് പോയി നോക്കിയപ്പോൾ തന്റെ വീടും ഫാക്ടറിയും കത്തി ജ്വലിക്കുന്നതാണ് കണ്ടത്. അത് കണ്ട് അവർ വളരെയധികം ഞെട്ടിപ്പോയി. തേങ്ങി കരയാൻ തുടങ്ങി. അപ്പോഴേക്കും അവിടേക്ക് ഗ്രാമവാസികളെല്ലാം ഒത്തുചേർന്നു. ആ കൂട്ടത്തിൽ രാമുവും ഉണ്ടായിരുന്നു. അവരെ എല്ലാവരെയും കണ്ടപ്പോൾ ഗ്രാമമുഖ്യൻ നാണിച്ച് തല താഴ്ത്തി. എന്നെ ദയവായിട്ട് ക്ഷമിക്കൂ രാമു. ഇതെല്ലാം ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്. ഞാൻ നിന്റെ വീട് നശിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. കണ്ടില്ലേ, ഇപ്പൊ എന്റെ വീട് തന്നെ നശിച്ചു പോയി. എന്നെ പറ്റി വിചാരിച്ചാൽ എനിക്ക് എന്നെ തന്നെ നാണമുണ്ട്. എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ ഉണർന്നല്ലോ. എനിക്ക് അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. നിങ്ങൾ ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയായിക്കോളും. അതുവരെ നിങ്ങൾ എല്ലാരും ചേർന്നിട്ട് എന്റെ വീട്ടിലേക്ക് താമസിച്ചേക്കാം. പിന്നെ ഫാക്ടറിനെ പറ്റിയുള്ള കാര്യം നിങ്ങൾ ആ ഇൻഷുറൻസ് വെച്ചിട്ട് എല്ലാം ക്ലിയർ ചെയ്തേക്കാം. ഗ്രാമമുഖ്യൻ രാമുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് രാമുവിനോട് ക്ഷമ ചോദിച്ചു. അതിനുശേഷം വീണ്ടും തന്റെ സ്കൂട്ടി എടുത്ത് രാമു പാനിപൂരി വിൽക്കാൻ തുടങ്ങി. ഗ്രാമം മുഴുവനും ഇതിനെ പറ്റിയുള്ള സംസാരമായിരുന്നു. ഗ്രാമമുഖ്യനും മുൻഷിയും ഇപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അവർ തങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു തുടങ്ങി. രാമു കഠിനാധ്വാനം ചെയ്ത് ഒരുപാട് പാനിപൂരി തന്റെ സ്കൂട്ടിയിൽ വിറ്റുകൊണ്ടിരുന്നു. പൂരിഗഞ്ച് എന്നു പേരുള്ള ഗ്രാമമുണ്ടായിരുന്നു. അവിടെ സുരേഷ് എന്നു പേരുള്ള ഒരാൾ തന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ജീവിച്ചിരുന്നു. സുരേഷിന് പാനിപൂരി കഴിക്കാൻ വളരെ വലിയ ആഗ്രഹമായിരുന്നു. സുരേഷും പിന്നെ ഗ്രാമത്തിലെ ചില ആളുകളും മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. അമ്മേ, എനിക്ക് കുറച്ച് കാശ് തരാൻ പറ്റുമോ? എനിക്കൊന്ന് പാനിപൂരി കഴിക്കണം. ഇല്ല, എന്റെ കയ്യിൽ ഒരു ചില്ലി കാശില്ല.
20 രൂപ പാനിപ്പൂരി കഴിക്കാൻ 40 രൂപ ചെലവാക്കി നീ പോകൂ എപ്പോഴും. അമ്മേ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗ്രാമത്തിലല്ല പാനിപ്പൂരി കടയില്ലല്ലോ. ഈ ഗ്രാമത്തില് വലിയ കാടുകളല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. സുരേഷ് തന്റെ അമ്മയോട് ഈ രീതിയിൽ സംസാരിക്കുന്നത് കണ്ട് അതേ സമയത്ത് തന്നെ സുരേഷിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് കയറി വന്നു. ഇവിടെ നോക്കും മോനെ, നീ എപ്പോ നോക്കിയാലും വെറും പാനിപ്പൂരി കഴിക്കുന്നത് മാത്രമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും നിനക്ക് ജോലി നോക്കിക്കൂടെ? കൃഷിയൊക്കെ ചെയ്ത് എന്റെ കൈയൊക്കെ അഴുത്തുപോയി. ശരിയാച്ചാ, ഞാൻ ജോലിയൊക്കെ നോക്കിക്കോളാം. നിങ്ങൾ എപ്പം നോക്കിയാലും എന്നെ എന്തെങ്കിലും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, അതൊക്കെ വിട്ടേക്ക്. എനിക്ക് കുറച്ച് കാശാ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് എനിക്ക് പോണം. ഇവിടെ നോക്കും മോനെ, നീ എപ്പോഴാ മാറാൻ പോകുന്നത്? സുരേഷിന്റെ അച്ഛൻ സുരേഷിന് 50 രൂപ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ സുരേഷ് ആ ഗ്രാമത്തിലെ ഒരു വലിയ മരത്തിന്റെ കീഴെ പോയി തന്റെ കൂട്ടുകാരൻ രോഹന് വേണ്ടി കാത്തിരുന്നു. കുറച്ചു സമയം കൊണ്ട് തന്നെ രോഹൻ അവിടേക്ക് എത്തിച്ചേർന്നു. എന്ത് പറ്റി? നീ എന്തിനാ ഇത്ര വിഷമത്തോടെ നിൽക്കുന്നത്? എന്ത് പറയാനാ രോഹൻ? എപ്പം നോക്കിയാൽ അച്ഛൻ അമ്മയും എന്തെങ്കിലും ജോലിക്ക് പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കും ജോലിക്ക് എന്തെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് ആദ്യം ജോലി എന്തെങ്കിലും കിട്ടണ്ടേ? നീ പറഞ്ഞത് വളരെ ശരിയാണ്. നീ എന്നെ തന്നെ നോക്ക്. ഞാനും കുറെ ദിവസമായിട്ട് ജോലി നോക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. ശരി, വിട്ടേക്ക്. വേഗം വന്നേക്ക്. ഇല്ലെങ്കിൽ സുഭാഷ് നഗറിൽ പോകുന്ന ബസ് നമ്മൾ മറന്നു പോവും. ആ വാ, പോവാം. സുരേഷും രോഹനും രണ്ടുപേരും പാനിപൂരി കഴിക്കാനായി പുറപ്പെട്ടു. മറ്റൊരു വശത്ത് സ്വാർത്ഥനായ ജമീന്ദാർ ലഖൻ തന്റെ വേലക്കാരൻ ഗുല്ലുവിനോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. പറയൂ, എന്താണ് ജോലി മുതലാളി? ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു വ്യാപാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പറയൂ, ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എന്ത് ജോലിയില്ലാത്താണ് കഷ്ടപ്പെടുന്നത്? നമുക്ക് ആ വ്യാപാരം ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് പണവും ഉണ്ടാക്കാം. അതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിയില്ല മുതലാളി. പിന്നെ ഗ്രാമത്തിലെ ജനങ്ങള് കുറെ പേര് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി വേറെ ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ഈ ഗ്രാമത്തില് വേറെ ആരും പാനിപ്പൂരി വിൽക്കുന്നോ ഇല്ല. വെറും പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ടോ? ഇതാണ് ശരിക്കുള്ള കാര്യം. ശരി കൊള്ളു, പാനിപ്പൂരി വണ്ടി ഉണ്ടാക്കാൻ നീ തയ്യാറാക്കി അയക്കോ. പിന്നെ പാനിപ്പൂരി വിൽക്കാൻ വേണ്ടി ആരംഭിച്ചോളൂ. ഓർമ്മിച്ചു വെച്ചോളൂ. പാനിപ്പൂരി 50 രൂപയ്ക്ക് താഴെ കുറവ് വിൽക്കാൻ പാടില്ല. മനസ്സിലായോ? പക്ഷേ അടുത്തുള്ള ഗ്രാമത്തിലെ പാനിപ്പൂരി വെറും 20 രൂപയ്ക്കാണ് വിൽക്കുന്നത് മുതലാളി. പക്ഷെ നമ്മൾ 50 രൂപയ്ക്ക് വിൽക്കാൻ പാടുള്ളൂ. ആവശ്യമില്ലതൊന്നും ചോദിക്കല്ലേ. പോയൊരു ജോലി നോക്ക്. ഗുല്ലു പാനിപൂരി ബിസിനസ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾക്കായി പുറപ്പെട്ടു. സുരേഷും രോഹനും പാനിപൂരിയും കഴിച്ച് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. എന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമ്മൾ വെറും പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി നമ്മൾ ഇത്ര ദൂരം പോയിട്ട് വരുന്നുണ്ടല്ലേ. പക്ഷേ പാനിപ്പൂരി കഴിച്ചതിന് ശേഷം നമ്മളുടെ എല്ലാ സ്വർവും തീർന്നു പോകുന്നുണ്ട്. നീ പറഞ്ഞത് വളരെ ശരിയുള്ള കാര്യമാണ്. ഒരു പക്ഷേ നമ്മുടെ ഗ്രാമത്തിലും ഒരു പാനിപ്പൂരി കടയുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദൂരം പോകാനുള്ള ഒരു ആവശ്യമില്ലല്ലോ. സുരേഷും രോഹനും രണ്ടുപേരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. ഗുല്ലു ആണെങ്കിലോ ജമീന്ദാറിന്റെ പാനിപ്പൂരി കടയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തു. പിറ്റേ ദിവസം പ്രഭാതമായി. രോഹനും സുരേഷും അതേ മരത്തിന് കീഴെ വീണ്ടും കണ്ടുമുട്ടി. രോഹൻ, നമ്മള് വീണ്ടും തന്നെ അവിടെ പോയിട്ട് പാനിപ്പൂരി കഴിച്ചിട്ട് വരാം. പോവാം. ഇതിനെന്തിനാ നീ ഇങ്ങനെ ചോദിക്കുന്നത്? രണ്ടുപേരും പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഒരു കടയ്ക്ക് മുൻപിൽ ഗ്രാമവാസികളെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നത് അവർ കണ്ടു. ചേടാ, ഇവിടെ എന്താ ഇത്രയും തിരക്കായിട്ടുള്ളത്? പോയി നമുക്ക് നോക്കിട്ട് വരാം. സുരേഷും രോഹനും അവിടെ ജനക്കൂട്ടം കണ്ട് എന്താണെന്നറിയാൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. രണ്ടുപേരും അവിടേക്ക് പുറപ്പെട്ടതും അവിടെ ഗുല്ലു പാനിപ്പൂരി വ്യാപാരം ചെയ്യുന്നത് അവർ കണ്ടു. എന്റെ പൊന്നോ, നമ്മുടെ വാക്കുകളൊക്കെ ദൈവം കേട്ടെന്നാ തോന്നുന്നത്. നീ പറഞ്ഞത് വളരെ ശരിയാടാ. രോഹൻ ഗുല്ലുവിനോട് പാനിപ്പൂരിയുടെ പണം എത്രയാണെന്ന് ചോദിച്ചു. അതിന്റെ വില അറിഞ്ഞതും രണ്ടുപേരും ഞെട്ടിപ്പോയി. എന്നിട്ട് 50 രൂപയോ? ഇത്രയും വില കൂടിയോ? പക്ഷേ അടുത്തുള്ള ഗ്രാമത്തില് ഞങ്ങൾക്ക് വെറും 20 രൂപയെ കിട്ടുന്നുള്ളൂ. ആ സമയത്ത് തന്നെ ജമീന്ദാർ ലഖൻ അവിടേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് എന്താണ് പറഞ്ഞതെന്നോ? എന്നാ പിന്നെ നിങ്ങൾ അവിടെ തന്നെ പോയിട്ട് പാനിപ്പൂരി കഴിച്ചോളൂ. ഞങ്ങളെന്താ വേണ്ടെന്നാ പറഞ്ഞ്? എങ്ങനായാലും അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി നിങ്ങൾ 50 രൂപ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് പകരം ഇവിടെ നിങ്ങൾ കൊടുത്തേക്ക്. എന്താ പ്രശ്നം? അങ്ങനെയാണോ? ഇത് നിങ്ങളുടെ കടയാണോ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും വില കൂടി പാനിപ്പൂരി വെക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു പാനിപ്പൂരി കട ഉണ്ടായിക്കോളാം. ഞങ്ങൾ വളരെ ഗ്രാമജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ പാനിപ്പൂരി കൊടുത്തേക്കും.
ഓ പോ, കാരണം ഈ ഗ്രാമത്തില് എനിക്ക് മാത്രമാണ്, പുറത്തുള്ള ആൾക്കാര് പാനിപ്പൂരി എനിക്ക് മാത്രമേ ചെയ്തു തരുള്ളൂ. അത് നിനക്കറിയോ? ഞാനൊന്ന് നോക്കട്ടെ നീ എങ്ങനെയാണ് ആ കട തുറക്കാൻ പോകുന്നെന്ന്. സുരേഷും രോഹനും രണ്ടുപേരും ആ സ്ഥലത്ത് നിന്ന് തിരിച്ചു പുറപ്പെട്ടു. എന്നിട്ട് അവർ ആലോചിക്കാൻ തുടങ്ങി, ഈ പാനിപൂരി കടയിൽ എങ്ങനെയാണ് പൂരി കൊണ്ടുവരുന്നതെന്ന്. എടാ, നീ എന്തോ ഒരു ധൈര്യത്തില് വെല്ലുവിളിച്ചോ, പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഈ പൂരി ഇപ്പൊ ഏർപ്പാട് ചെയ്യുക? ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇവൻ ജനങ്ങൾക്ക് അധിക കാശ് വെച്ചിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളെ പറ്റി അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടേക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ വളരെ ക്ഷീണിതനായ നിലയിൽ ആ വഴിക്ക് പോകുകയായിരുന്നു. വെള്ളം വെള്ളം, ആരെങ്കിലും എനിക്കൊന്ന് വെള്ളം തരാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ മുത്തശ്ശ, നിൽക്കൂ, ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്നേക്കാം. രോഹൻ, വേം പോ, അടുത്തുള്ള വീട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വെള്ളം എടുത്തിട്ട് വന്നേക്കേ. ഞാൻ ഇപ്പൊ തന്നെ പോയി എടുത്തിട്ട് വരാം. രോഹൻ പെട്ടെന്ന് പോയി സമീപത്തുള്ള ഒരു വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് ആ വൃദ്ധനായ മനുഷ്യന് കുടിക്കാനായി അത് കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും ക്ഷീണിതനായി താങ്കൾ എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഇവിടെ നോക്കൂ മക്കളെ, ഞാൻ ഈ ഗ്രാമത്തിലുള്ള കാട്ടു നടുവിൽ നിന്നാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വന്നിട്ട് മുഖ്യമായുള്ള മൂലികളും വയലിൽ വിതയ്ക്കാനുള്ള വിത്തുകളും എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ നിങ്ങൾ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇന്ന് ജീവനോട് തന്നെ ഉണ്ടാവില്ലായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ആ വൃദ്ധൻ പറഞ്ഞതിന് ശേഷം തന്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് സുരേഷിനും രോഹനും ആ മാന്ത്രിക വിത്ത് അദ്ദേഹം കൈമാറി. എന്നിട്ട് എന്താണ് പറഞ്ഞതെന്നോ, നിങ്ങൾ ഈ മായ വിതകളൊക്കെ ഈ വയലിൽ വിതയ്ക്കുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് വിളച്ചൽ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതിന്റെ പേര് നിങ്ങൾ ഒരു 5 പ്രാവശ്യം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം തന്നെ അത് വളർന്നേക്കും. ആ വൃദ്ധനായ മനുഷ്യൻ ഇത്രയും പറഞ്ഞുകൊണ്ട് തന്റെ വഴിയിലേക്ക് തിരിച്ചു നടന്നു. സുരേഷും രോഹനും ആ മാന്ത്രിക വിത്തുമായി തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. ശരി, വാ, ഇന്ന് തന്നെ പോയിട്ട് എന്റെ അച്ഛനുള്ള സ്ഥലത്തിൽ ഈ മായ വിത്തുകൾ നമുക്ക് വിതച്ചിട്ട് വരാം. ഇത് ശരിക്കും മായ വിതകളാണോ നമുക്ക് എന്ത് നോക്കാം. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു പക്ഷേ ഇതങ്ങാൻ ജോലി ചെയ്താലേ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോവല്ലോ. സുരേഷും രോഹനും രണ്ടുപേരും ആ വിത്തുകളും എടുത്ത് പാടത്തേക്ക് നടന്നുപോയി. എന്നിട്ട് 5 തവണ പാനിപൂരി എന്ന് പറഞ്ഞുകൊണ്ട് ആ വിത്തുകൾ തങ്ങളുടെ പാടത്ത് വിതച്ചു. പിറ്റേ ദിവസം പ്രഭാതമായപ്പോഴേക്കും ആ പാടത്ത് പൂരി വിളഞ്ഞു നിൽക്കുന്നു. സുരേഷും രോഹനും ചേർന്ന് തങ്ങളുടെ ഗ്രാമത്തിൽ പാനിപൂരി കട തുടങ്ങി. മാത്രമല്ല, വെറും 20 രൂപയ്ക്ക് അവർ പാനിപൂരികൾ വിൽക്കാനായി തുടങ്ങി. ചേടാ, ഇത് ശരിക്കും നല്ല കടം തോന്നുന്നല്ലോ. എനിക്കൊരു പ്ലേറ്റ് മാത്രം തരുമോ? ശരി, ഇപ്പൊ തന്നെ തരാം. സുരേഷ് ആ കസ്റ്റമർക്ക് പാനിപൂരി വിറ്റു. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ നല്ല പാനിപ്പൂരി ഞാൻ കഴിച്ചിട്ടേ ഇല്ലായിരുന്നു. ഈ പാനിപ്പൂരി കഴിക്കാൻ വളരെ സന്തോഷമായിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇന്ന് 2 പ്ലേറ്റ് ഇട്ടേക്ക്, പിന്നെ ഇന്നൊരു 2 പ്ലേറ്റ് നിങ്ങൾ വീട്ടിലേക്ക് പാർസൽ അയച്ചേക്ക്. പതുക്കെ പതുക്കെ ഗ്രാമവാസികളെല്ലാം സുരേഷിന്റെയും രോഹന്റെയും പാനിപൂരി കടയിലേക്ക് വരാൻ തുടങ്ങി. പൂരി എപ്പോൾ കുറഞ്ഞു പോകുന്നു അപ്പോഴെല്ലാം പാനിപൂരി പാടത്ത് നിന്ന് പൂരികൾ പറിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ജമീന്ദാരുടെ പാനിപൂരി കടയിൽ നിന്നും പാനിപൂരി വാങ്ങുന്നത് ഏകദേശം നിർത്തി തുടങ്ങി. ഇതറിഞ്ഞ ജമീന്ദാർക്ക് വല്ലാതെ ദേഷ്യം വന്നു. എന്നിട്ട് തന്റെ വേലക്കാരനായ ഗുല്ലുവിനോട് എന്താണ് പറഞ്ഞതെന്നോ, ഗുല്ലു, എന്ത് സംഭവിച്ചു? നമ്മുടെ പാനിപൂരി വ്യാപാരം എന്താ നടക്കാത്തത്? മുതലാളി, അവൻ പാനിപൂരിയെ 20 റുപ്യക്കാണ് വിൽക്കുന്നത്, നമ്മളാണെങ്കിൽ 50 റുപ്യക്കാ വിൽക്കുന്നത്. പിന്നെ ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ അവനുണ്ടാക്കുന്ന പാനിപൂരി നല്ല രുചിയുണ്ടെന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മൊത്ത വ്യാപാരം നമുക്ക് നഷ്ടപ്പെടും. എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാനാണ് മുതലാളി? ഞാൻ എങ്ങനെ പറയുന്നോ നീ അതുപോലെ തന്നെ ചെയ്തേക്ക്. എന്റെ കൂടെ വാ ഗുല്ലു. രാത്രി ഇരുടായ നേരത്ത് തന്നെ ജമീന്ദാരും ഗുല്ലുവും രണ്ടുപേരും ആ നേരത്ത് തന്നെ സുരേഷിന്റെയും രോഹന്റെയും കടയിലേക്ക് വന്ന് അതിന് തീ കൊളുത്തി. പാനിപ്പൂരി വിൽക്കണമെന്ന് വളരെ ആശപ്പെട്ടതല്ലേ? ഇങ്ങനെ തന്നെ പാനിപ്പൂരി വിറ്റോണ്ടിരിക്കട്ടെ. പിറ്റേ ദിവസം സുരേഷും രോഹനും തങ്ങളുടെ പാനിപൂരി വ്യാപാരത്തിനായി വന്നപ്പോൾ അവരുടെ പാനിപൂരി കട മൊത്തത്തിൽ കത്തിപ്പോയതായി അവർ കണ്ടു. ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തത്?
ഇത് തീർച്ചയായിട്ടും ആ ജമീന്ദാറിന്റെ ജോലി തന്നെയായിരിക്കും. നമ്മുടെ പാനിപൂരിന്റെ കടനെ കൊണ്ടാണ് അയാളുടെ വ്യാപാരം നിന്നുപോയെന്ന് അയാൾ വിചാരിക്കുന്നത്. പിന്നെ അയാൾക്ക് വന്നിട്ട് ആൾക്കാരെടുത്ത് പണം കക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ കാര്യം വെറുതെ വിടാൻ പോകുന്നില്ല. നമ്മൾ വീണ്ടും ഒരു കട ഇട്ടേക്കാം. വീണ്ടും സുരേഷും റോഹനും ചേർന്ന് പുതിയൊരു കട ഉണ്ടാക്കി. എന്നിട്ട് വീണ്ടും പാനിപൂരി വിൽക്കാനായി അവർ തുടങ്ങി. ഈ ഒരു കാര്യം ഗുല്ലു തന്റെ മുതലാളി ജമീന്ദാർ ലഖനോട് പോയി പറഞ്ഞു. എന്ത്, അവര് വീണ്ടും പാനിപൂരി കട ഇട്ടെന്നോ? അതെ മുതലാളി, അവരുടെ കടയിൽ നമ്മൾ തീ വെച്ചത് ഒരു പ്രയോജനം ഇല്ലാതെ പോയി മുതലാളി. അങ്ങനെ വെച്ചാൽ നമ്മൾ ആ മുഖ്യമായ ഒരു കാര്യത്തിലാണ് കൈവെക്കേണ്ടത്. ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ സുരേഷ് അച്ഛനടുത്ത് ഒരു വയലുണ്ടെന്ന് ഞാൻ കേട്ടു. അവിടെയാണ് ഇവര് രണ്ടുപേരും ഈ മായ പാനിപൂരി ഉണ്ടാക്കുന്നത്. ഞാനും അത് കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പറയാം, എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ പറയാം. ഇപ്പോൾ നീ എന്റെ കൂടെ തന്നെ വാ. രാത്രി ഇരുടായ ഉടനെ തന്നെ ജമീന്ദാരും ഗുല്ലുവും രണ്ടുപേരും പാനിപൂരിയുടെ പാടത്തേക്ക് നടന്നു വന്നു. എന്നാൽ ഇതാണോ അവരുടെ പാനിപൂരിന്റെ പൂരി രഹസ്യമോ? ഇന്ന് തന്നെ ഇതൊക്കെ ഞാൻ നശിപ്പിച്ചളയാം. പൂരി ഉണ്ടായാലല്ലേ അവരെ കൊണ്ട് പാനിപൂരി ഉണ്ടാക്കാൻ പറ്റും. ജമീന്ദാർ ആ പാടത്ത് തീ വയ്ക്കാൻ പോകുന്ന സമയത്ത് ആ വയലിന് സമീപമുണ്ടായിരുന്ന ഒരു വലിയ മരത്തിന്റെ വേരുകൾ നീണ്ടു വന്ന് അവർ രണ്ടുപേരെയും ചുറ്റിപ്പിണർന്നു. മുതലാളി, എന്നെ രക്ഷിക്കൂ മുതലാളി, എന്നെ രക്ഷിക്കൂ. എടാ മണ്ട മാക്രോണി, ഞാൻ തന്നെ കുടുങ്ങിയിരിക്കുകയാണ്. രാത്രി മുഴുവൻ ജമീന്ദാറും ഗുല്ലുവും അതിൽ പെട്ടുകിടന്നു. പിറ്റേ ദിവസം രാവിലെ റോഹനും സുരേഷും തങ്ങളുടെ പാടത്തേക്ക് വന്നപ്പോൾ ജമീന്ദാറും അദ്ദേഹത്തിന്റെ വേലക്കാരൻ ഗുല്ലുവും കയറാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് കണ്ടു. എന്നോട് ക്ഷമിക്കൂ സുരേഷ്, റോഹൻ. ഞാൻ നിങ്ങളുടെ പാനിപൂരി നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന മരത്തിന്റെ വേര് ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാക്കു തന്നേക്കാം. എന്റെ ഉള്ള എല്ലാ കെട്ട ജോലിയും ഞാൻ നിർത്തി വെച്ചേക്കാം. പിന്നെ പാനിപൂരിയും ഞാൻ 20 ഉറുപ്പിക്ക് വിൽക്കാനും തുടങ്ങാം. ഈ വേരാണ് ഞങ്ങളുടെ വിളച്ചല് രക്ഷിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് അത് തന്നെ മതിയായി. റോഹനും സുരേഷും ഗുല്ലുവിനും ജമീന്ദാറിനും ക്ഷമ കൊടുത്തത് ഉടനെ തന്നെ ആ മരത്തിന്റെ വേരുകൾ അവരെ വിട്ടുപോയി.